ഈ ഭരണി നിറയെ നല്ല ഉപ്പിലിട്ട മുട്ടയാണ്. ഇത് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുമോ? ഇങ്ങനെ കഴിച്ചാൽ എന്തെങ്കിലും ഗുണമുണ്ടോ അതോ ദോഷമാണോ? ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നിവയാണെങ്കിൽ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. വെൽക്കം ടു ദ ചാനൽ TV on DT, TV on ഡൈനിങ് ടേബിൾ. നമുക്ക് ആദ്യം തന്നെ ഈ മുട്ട എങ്ങനെയാണ് ഉപ്പിലിട്ടതെന്ന് ഒന്ന് നോക്കിയിട്ട് വന്നാലോ? നോക്കാം. ആദ്യമേ നമ്മൾ ഒരു 10 മുട്ട എടുത്തിട്ട് നല്ലപോലെ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഏകദേശം 10 മിനിറ്റിനടുത്തോളം നമ്മൾ പുഴുങ്ങിയതാണ്. അതായത് ഹാർഡ് ബോയിലിംഗ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. അങ്ങനെ പുഴുങ്ങിയെടുത്ത മുട്ട നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തതായി നമ്മൾ 2 മീഡിയം സൈസ് ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അത് നമ്മൾ കുക്കറിലിട്ട് ഏകദേശം 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലപോലെ വേവിച്ചെടുത്തതാണിത്. ഇനി നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം. ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ ചൂടായി കഴിയുമ്പോഴേക്ക് അതിലേക്ക് നമുക്കൊരു 400 ml വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ശേഷം 1 കപ്പ് വെള്ളം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടാതെ നമുക്കിതിലേക്ക് പഞ്ചസാര നമുക്ക് ഇതിലെ ഒരു 3 ടീസ്പൂൺ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുരുമുളക് 1 ടീസ്പൂൺ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ബേ ലീവ്സ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പഞ്ചസാരയും ഉപ്പും ഒക്കെ ഈ ഒരു മിക്സിലേക്ക് സിറപ്പിലേക്ക് നല്ലപോലെ അലിഞ്ഞു ചേരണം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം നമുക്ക് നേരത്തെ നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ മിക്സിലേക്ക് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ ആ ഒരു വിനാഗിരി സിറപ്പ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് നല്ലപോലെ മിക്സ് ആക്കാം. സമയത്ത് നമുക്ക് ഉപ്പ് നമുക്ക് പാകമാണോ എന്ന് നോക്കാം. എന്തെങ്കിലും വേണ്ടി വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പിക്കിൾഡ് എഗ്ഗിന് വേണ്ടിയുള്ള സിറപ്പ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ശേഷം നമുക്ക് ഇതേപോലുള്ളൊരു ഭരണി ടൈപ്പ് പാത്രം നമുക്ക് എടുക്കാം. അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് ഓരോന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമുക്ക് സിറപ്പ് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആ സിറപ്പും നമ്മൾ വേവിച്ച ബീട്രൂട്ട് പീസുകളോട് ചേർത്ത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. മുട്ട മുങ്ങിക്കിടക്കുന്ന പാകത്തിന് നമുക്ക് ഈ ഒരു സിറപ്പ് നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. ശേഷം നമുക്ക് ഈ ഒരു ഭരണി അടച്ചിട്ട് ഇത് ചൂടൊന്ന് ആറി കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ ഏകദേശം നമുക്ക് 2 ദിവസം നമുക്കിത് വെച്ചിരിക്കണം. അതിനുശേഷം നമുക്ക് സ്വാദിഷ്ടമായ പിക്കിൾഡ് എഗ്ഗ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മുട്ട നമ്മൾ ഉപ്പിലിട്ടതിന് ശേഷം 2 ദിവസം ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ടതുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. നല്ല മെറൂൺ കളറ്. ജസ്റ്റ് ഒന്ന് നമുക്ക് ഒന്നിങ്ങനെ ഇളക്കിയിട്ട് ജസ്റ്റ് ഞാനൊരു മുട്ട ഇങ്ങനെ എടുക്കുകയാണ്. നല്ല മെറൂൺ മുട്ട. ശരിക്കും നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇപ്പം ആ മഞ്ഞക്കരൊക്കെ എന്ത് കളറായി എന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് ഈ മെറൂൺ ആയോ അതോ എങ്ങനെയാണെന്നുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നമുക്കൊന്ന് കട്ട് ചെയ്യാം. ജസ്റ്റ് സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യാം നമുക്ക്. നല്ല അടിപൊളി നല്ല കളറ്. ജസ്റ്റ് യെല്ലോയിലോട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് വന്നിട്ടേ ഉള്ളൂ. വൈറ്റ് ഏരിയ ഫുള്ള് മെറൂൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. വേറെ ഒന്നുമില്ലല്ലോ, നേരെ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം നിങ്ങളോട് പറയാം.
നല്ല നല്ല പുളിയുള്ള മുട്ട. അല്ല, സാധാരണ നമ്മൾ കഴിക്കുന്നതിനേക്കാട്ടും ഇച്ചിരി ഹാർഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത് എനിക്ക്. പുളിയുണ്ട്, നമ്മൾ വിനാഗിരി ചേർത്തിട്ടുണ്ടായിരുന്നു, പുളി, ഉപ്പ്. അതുപോലെ തന്നെ ശരിക്കും നമ്മൾ ഹാർഡ് ബോയിലിംഗ് ആണ് ചെയ്തത്. ഏകദേശം ഒരു 10 to 12 മിനിറ്റ് അടുത്ത് ബോയിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഇത്രയും ഹാർഡ്. ശരിക്കും അങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ ഈ മുട്ട നമുക്ക് ചീത്തയായി പോകുന്നതാണ്. ശരിക്കും ഈ പിക്കിൾഡ് എഗ്ഗ് വിദേശ രാജ്യങ്ങളിലൊക്കെ അവരൊരു സാലഡിന്, അതായത് സാലഡ് മിക്സ് ആയിട്ട് ഈ ഒരു പിക്കിൾഡ് എഗ്ഗ് യൂസ് ചെയ്യുന്നതാണ്. ശരിക്കും ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ് ഒക്കെ ഉള്ളതാണ്. ഹൈ പ്രോട്ടീൻ റിച്ച് ആണ്, മെറ്റബോളിസത്തിനൊക്കെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ബീട്രൂട്ട് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹേർട്ടിനൊക്കെ ഇത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മുട്ട ഇങ്ങനെ ഉപ്പിലിടുമ്പം മുട്ട നല്ലപോലെ പുഴുങ്ങിയതായിരിക്കണം, അതായത് നല്ലപോലെ വെന്തത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹാർഡ് ബോയിലിംഗ് ആയിരിക്കണം ചെയ്തത്. ഒരു 10 to 12 മിനിറ്റെങ്കിലും നമ്മളിത് ബോയിൽ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു ഭരണി നല്ലപോലെ ഹൈജീൻ ആയിരിക്കണം. നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കി നല്ല ഡ്രൈ ആയിട്ടുള്ള ഭരണി നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. കൂടാതെ നമ്മൾ ഇതിനകത്ത് വിനാഗിരി ചേർക്കുന്നുണ്ട്. അത് കറക്റ്റ് അളവിന് വിനാഗിരി ചേർക്കണം, അത് കുറഞ്ഞു പോകാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ മുട്ട ഉപ്പിലിട്ടതിന് ശേഷം ഇത് ഫ്രിഡ്ജിനകത്ത് കൃത്യമായിട്ട് വെക്കണം. കൂടാതെ നമ്മൾ ഈ മുട്ട എടുക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂണും നല്ല ഡ്രൈ ആയിട്ടുള്ളതായിരിക്കണം. അതുപോലെ അത് എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. അതുപോലെ മാക്സിമം നമുക്കിത് ഒരു 3 to 4 ആഴ്ചക്കുള്ളിൽ നമ്മൾ ഇത് ഉപയോഗിച്ച് തീർക്കേണ്ടതാണ്. കൂടാതെ നമ്മൾ ഇത് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കളർ ചേഞ്ച്, അതായത് ബ്ലാക്ക് കളറോ അല്ലെങ്കിൽ ബാഡ് സ്മെല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പാടില്ല. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് അയച്ചുകൂടെ കൊടുക്കുക. അപ്പോൾ വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ, ബൈ ബൈ.